മൂന്നാം ഊഴത്തിന് പിണറായി സർക്കാർ ശ്രമിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഒരു മുന്നറിയിപ്പാണ്. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും BJP ഭരണത്തിലേക്ക് വരികയും എന്നുള്ള ഒരു സാധ്യത വരികയായിരുന്നെങ്കിൽ പിണറായി വിജയൻ ജയിലിനകത്തായിരിക്കും. ഡൽഹി സർക്കാരിനെ വിജയിപ്പിച്ചതെന്താ? മൂന്നാമതൊരു ഊഴത്തിൽ ആം ആദ്മി പാർട്ടി എത്തിക്കാതിരുന്നതിന്റെ കാര്യം BJP എന്ന് പറയുന്ന ഫാക്ടറാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. RSS എങ്ങനെയാണ് അവരുടെ സംഘടനാ ശേഷി, എങ്ങനെ ഓരോരോ വീടുകളിലും ഈ പറയുന്ന 50,000-ഓളം ഭവന സന്ദർശനങ്ങളിലൂടെ, ഡ്രോയിങ് റൂം സന്ദർശനങ്ങളിലൂടെ എങ്ങനെയാണ് വെൽ കണക്റ്റഡ് നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തത്. ഇതൊക്കെ എന്ത്? പക്ഷേ ഇവിടെ BJP എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു? CP ജോൺ പറയുന്ന ഒരു കണക്കുണ്ട്, രസകരമായ കണക്കാണ്. 140 മണ്ഡലങ്ങളിൽ 80 മണ്ഡലങ്ങൾ തിരുക്കൊച്ചി മേഖലയിൽ തന്നെ മാത്രമുള്ളതാണ്. അവിടെ 2006 തിരുക്കൊച്ചി മേഖലയിലെ 80 മണ്ഡലങ്ങളിൽ BJP NDA സഖ്യം നേടിയത്, അന്ന് NDA സഖ്യമില്ല, അന്ന് BDS ഇല്ല, അതിന് തൊട്ട് മുമ്പ് 2006 നേടിയത് 6000 വോട്ടാണ്. കേവലം 6000 വോട്ട്. അതിനൊന്നും ഇല്ലേ 80 മണ്ഡലങ്ങളിൽ. പക്ഷേ 2011 ആകുമ്പോഴേക്കും അത് 10,000 വോട്ടായിട്ട് വർദ്ധിക്കുന്നു. ഏറ്റവും നിർണായകമായ തിരുക്കൊച്ചി മണ്ഡലങ്ങളിലെ 80 സീറ്റുകളിൽ 2016 ആകുമ്പോഴേക്കും 30,000 BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അവിടെ BDJs കൂടി ചേരുന്നു. ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയ വോട്ട് അത് ഇടതുപക്ഷത്തെയും ഒരേ സമയം തന്നെ കോൺഗ്രസിനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്താണ്. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. 8 BJP 2ാം സ്ഥാനത്താണ് നിയമസഭയിൽ. ഇത് ഒരേ സമയം കോൺഗ്രസിനെയും ഒരേ സമയം ഇടതുപക്ഷത്തെയും ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട്, ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു? മുസ്ലിം കൺസോളിഡേഷൻ ആർക്കനുകൂലമായി തിരിയുന്നു? ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എങ്ങനെയാണ് LDFിൽ നിന്ന് ജോസ് കെ മാണി ഉണ്ടെങ്കിൽ പോലും, മാണി വിഭാഗം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനാവുക? ഇത്തരം ഘടകങ്ങളായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് മൂന്നാം ഊഴം ഒരു മുന്നറിയിപ്പാണോ എന്ന ചോദ്യത്തിന് ആൻറ്റി ഇൻകംബൻസിയുടെ ഘടകത്തിൽ മാത്രം അത് പിണറായി സർക്കാരിനൊരു മുന്നറിയിപ്പാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ പറയുന്ന പോലെ കെജ്രിവാളിനെ പോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരും ജയിലിൽ പോകേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞത്. കാരണം EDയും ഇൻകം ടാക്സും അതുപോലെയുള്ള NIA അടക്കമുള്ള കസ്റ്റംസ് അടക്കമുള്ള മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെല്ലാം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിനെ ജയിലിലിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് അടുത്തതായി എങ്ങോട്ടേക്കാണ് വഴി വെട്ടിത്തെളിച്ച് നരേന്ദ്രമോദി പോകുന്നത് എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു, ചെയ്താ ശീലം. ഡോക്ടർ ആട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇടങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പശ്ചിമ ബംഗാൾ ഉറപ്പായും ഒരു ലക്ഷ്യമാണ്. പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, കേരളം, തമിഴ്നാട്, അസം ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് നിർണായകമായി തന്നെയാണ് നിൽക്കുന്നത്. ഒഡീഷയിലേത് നമ്മളൊരു എക്സാമ്പിളായി, ഡൽഹിക്ക് മുമ്പ് തന്നെ നമ്മൾ കാണേണ്ട ഒരു എക്സാമ്പിൾ ഒഡീഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. കേരളവുമായി നമുക്ക് കുറച്ചെങ്കിലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ കിടക്കുന്നത് ഒഡീഷയാണ്. കാരണം ഒഡീഷയിൽ ബിജു ജനതാദളിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് തുടർച്ചയായ നീക്കങ്ങളാണ്. 2014-ലും 2019-ലും ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ 2024-ൽ 10 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ അവിടെ ബിജു ജനതാദളിനെ BJDയെ അട്ടിമറിക്കാൻ അവിടെ BJPക്ക് കഴിഞ്ഞു. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അതുതന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ. ആം ആദ്മി പാർട്ടി പക്ഷേ അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് 8 സീറ്റിൽ നിന്ന് വളർന്ന് BJP എത്തും എന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ പോലും കരുതിയില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയാതെ പോയത് അത് തങ്ങൾക്കുള്ള ഒരു മാൻഡേറ്റ് ആണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോയി. അപ്പോൾ അരഗൻസും അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസും അത് രണ്ടുമാണ് അരവിന്ദ് കെജ്രിവാളിന് അവിടെ പറ്റിയത്. അതിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് വരാം. അതിനു മുൻപ് നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് കൂടി ഒന്ന് പോകണം. ആന്ധ്രാപ്രദേശിൽ BJP എടുത്ത സ്റ്റാൻഡ് എന്നാണ്. അവിടെ തെലുഗുദേശം പാർട്ടിയുമായിട്ടാണ് ടൈപ്പിലേക്ക് പോകുന്നത്. അവിടെ TDPയുമായി ടൈപ്പിലേക്ക് പോകുന്നു. YSR കോൺഗ്രസിനെ താഴെ ഇറക്കുന്നു. YSR കോൺഗ്രസ് വലിയ മാൻഡേറ്റോടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിലേതുപോലെ തന്നെ ഒഡീഷയിലേതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും വലിയ മാൻഡേറ്റിൽ ഭരിക്കുന്ന പ്രാദേശികമായി കൂടുതൽ ശക്തിയുള്ള പാർട്ടിയെ ക്രഷ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നേരിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അവിടെ അതിന് സാധ്യതയുള്ള മറ്റൊരു പാർട്ടിയുമായി കൂട്ടുചേരും. ഇത് തന്നെയാണ് BJPയുടെ കാലാകാലങ്ങളായിട്ടുള്ള ടെസ്റ്റഡ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ആ സമാന ഫോർമുലയിലൂടെ ആയിരിക്കും ബംഗാളിലേക്കായാലും കേരളത്തിലേക്കായാലും ഒക്കെയുള്ള വരവെന്നുള്ളത് ഉറപ്പാണ്.
ഇവിടെ ഈ ട്രെൻഡ് BJP തുടരാൻ കഴിയുമോ എന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ 2026 ഏപ്രിലിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അസമിൽ BJP സർക്കാരാണ്, നിലവിലും BJPയുടെ സർക്കാർ തന്നെയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും BJPക്ക് ഇങ്ങനെ ഡൽഹി പോലെ 8 സീറ്റിൽ നിന്ന് ഡൽഹിയിൽ വളരാൻ സാധിച്ചത് പ്രതിപക്ഷത്ത് നാമമാത്രമായ പ്രതിപക്ഷമാണെങ്കിലും പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP ആയതുകൊണ്ടാണ്. പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും പ്രതിപക്ഷം അല്ല എന്നത് പോയിട്ട് നിയമസഭയിലേക്ക് അവർക്ക് എൻട്രി പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബംഗാളിൽ 2021 ഇതുപോലെയുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഒടുവിലാണ് പ്രതിപക്ഷ പാർട്ടിയായി BJP മാറുന്നത്. കേന്ദ്രം ഭരിച്ചു തുടങ്ങിയതിന്റെ 8ാമത്തെ വർഷത്തിലാണ് ബംഗാളിലേക്ക് 7ാമത്തെ വർഷത്തിലാണ് ബംഗാളിൽ പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ കഴിയുന്നത്. അവിടെ ഡോക്ടർ അരുൺ പറഞ്ഞ 2% ഞാൻ വരാം. അവിടെ തൃണമൂലുമായുള്ള ഇപ്പോഴത്തെ വോട്ട് വ്യത്യാസം 2021 വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ജസ്റ്റ് 3% ആണ്. അപ്പോൾ അതിൽ നിന്ന് അട്ടിമറിച്ച് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മമതാ ബാനർജിക്ക് ഇത്രയധികം വേവലാതി. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്. അടുത്ത സ്റ്റോപ്പ് ഇനി അടുത്ത ഒരു മേജറായിട്ടുള്ള ചില ഷോസ് വേണം, അതായത് ചില പ്രൊജക്ഷൻസ് വേണം, വിജയങ്ങൾ ഇങ്ങനെ തുടരുകയാണ് എന്ന് കാണിക്കാൻ. അതിനുവേണ്ടി അടുത്തതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ്, അമിത്ഷായുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് ബീഹാറാണ്. ബീഹാറിൽ കാണിക്കാൻ പോകുന്ന ആ വലിയ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ കേരളവുമായുള്ള കമ്പാരിസണിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ആൻഡ് പിണറായി വിജയൻ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അരഗൻസ്. ആ അരഗൻസ് എന്ന് പറയുന്നത് രണ്ടുപേരിലുമുള്ള ഫാക്ടറാണ്. അപ്പോൾ ആ അരഗൻസിനെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യം അത് ഇവിടെയും വരികയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും മുഖഭാവത്തിലും ആളുകളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ സൗമ്യനാകാൻ ശ്രമിക്കുന്നത്. അത് ഈ ഒരു ഫാക്ടർ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ അല്ലാത്ത പക്ഷം ജനങ്ങൾ തിരസ്കരിക്കും. കാരണം എത്ര നല്ല ഭരണാധികാരി ആയാലും ആ ഭരണാധികാരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടാൻ കഴിയുന്ന ഒരു രീതിയല്ല അയാളുടേതെങ്കിൽ കുറച്ചു കാലമൊക്കെ അയാൾക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. പിണറായി വിജയൻ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വേദികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളായാലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അവതാരകൻ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ക്വിറ്റഡ് ആയിട്ടുള്ള ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും 22 മണ്ഡലങ്ങളിൽ മലയാളികൾക്ക് വോട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആകെ പോൾ ചെയ്തതിൽ CPIM കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നു 1% താഴെയാണ്, 0.01 അങ്ങനെ എന്തോ ആണ് CPIM കിട്ടിയത്. മലയാളികളടക്കം 22 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തതാണ്. അപ്പോൾ മലയാളികൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് BJP ആ 22 മണ്ഡലങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു ഫാക്റ്റാണ്. കേരളത്തിൽ ഈ 11 സീറ്റുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. ആ 11 സീറ്റുകളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൽഹിയിൽ കാണിച്ചതുപോലെ RSSന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ BJPക്ക് ഈ 11 സീറ്റുകളും അത് LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്, അത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യത അവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആ സീറ്റുകൾ നേടാൻ സാധിക്കും. 2019 15.56% അവർക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുമ്പോൾ 31,71,792 വോട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ അത് 2024 ആകുമ്പോഴേക്ക് 37,40,952 ഉയരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് 74,686 വോട്ടിന് ജയിക്കാൻ കഴിയുന്നു. തൃശ്ശൂരിൽ ഗുരുവായൂർ ഒഴികെ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒപ്പം തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും, ആറ്റിങ്ങലിലെ വർക്കലയും, ആറ്റിങ്ങലും, കാട്ടാക്കടയും, ഇത്രയും സീറ്റുകളിൽ 11 സീറ്റുകളിൽ അവർക്കൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അവിടെ 1ാം സ്ഥാനത്തെത്തുക അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഒരു എൻട്രി കൊടുക്കേണ്ടത്. അപ്പോൾ ഡൽഹിയിലെ BJPയെ കണ്ട് ഇവിടുത്തെ BJP പഠിക്കണം എന്നതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.